ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇന്ന് നമുക്ക് മുരിങ്ങക്കായും പച്ച ചെമ്മീനും വെച്ചിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കാം. ഇത് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും പൊറോട്ടയ്ക്കും ദോശയ്ക്കും ഒക്കെ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റ് ഉള്ള ഒരു സൈഡ് ഡിഷാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസിലുള്ള ചെമ്മീനാണ്. പിന്നെ ഒരു 3 മുരിങ്ങക്കായ മുറിച്ചിട്ട് നടു പിളർന്നെടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായുടെ ഉള്ളിലേക്ക് ഉപ്പും പുളിയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുറിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു പിടി ചെറിയുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ നീളത്തിലരിഞ്ഞത്, പിന്നെ ഒരു തക്കാളി നീളത്തിലരിഞ്ഞത്, ഒരു 4 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, കുറച്ച് ഇഞ്ചി ചതച്ചതും ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പുളിക്ക് വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങ സൈസിലുള്ള വാളംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ കുടംപുളി ചേർത്തിട്ട് ഉണ്ടാക്കാം. ഞങ്ങൾ ഈ പാലക്കാട് ഭാഗത്തെ മീൻകറിയിലൊക്കെ ഒരുവിധം വാളംപുളിയാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കുടംപുളിക്ക് പകരം വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അരപ്പിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ ചിരകിയതും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ ഒരു വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, അതുപോലെ ചതച്ച ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. കൈ നന്നായി സോപ്പിട്ട് കഴുകാൻ മറക്കരുത്. ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായി ഞെരടി യോജിപ്പിക്കണം. അപ്പോഴാണ് ആ സവോളയിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ ആ നീരിറങ്ങിയിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഇനി മുളക് പൊടി ആയിട്ടുണ്ടെങ്കിൽ കൈ നീർന്നൊക്കെ തോന്നുന്ന ആൾക്കാർ ഒരു ഗ്ലൗസ് ഇട്ടിട്ടെങ്കിലും ചെയ്യണം. എന്നാലും ഈ സ്റ്റെപ്പ് മിസ് ചെയ്യാൻ പാടില്ല. അതുപോലെ മൺചട്ടിയിൽ വെക്കണ കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് ഇതുപോലുള്ള മീൻകറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയിൽ തന്നെ വെക്കണം. ഇപ്പൊ സവോളയും തക്കാളിയും ഒക്കെ കൈ വെച്ചിട്ട് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങക്കായ ചേർക്കാം. ഒപ്പം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ചേർക്കാം. ഇനി എല്ലാം കൂടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ആ മസാലയൊക്കെ ആ മുരിങ്ങക്കായയിലും ചെമ്മീനിലൊക്കെ നന്നായി പിടിക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ആ പുളി പിഴിഞ്ഞ് ചേർക്കാം. ഇതിൽ വാളംപുളി ചേർത്തോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുടംപുളി ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതും ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെക്കാം. ആ മുരിങ്ങക്കായും ചെമ്മീനൊക്കെ നന്നായി വെന്ത് വരുന്നവരെ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം നമുക്ക്. അപ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സഡ് ജാറിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർക്കാം. ഇനി തേങ്ങ അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഒട്ടും തരിതരിപ്പില്ലാതെ നല്ല പേസ്റ്റ് ആയിട്ട് ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ കറിയൊക്കെ നന്നായി തിളച്ചിട്ട് മുരിങ്ങക്കായും ചെമ്മീനൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൽ ഉപ്പ് എരിവൊക്കെ കുറവുണ്ടോ എന്ന് നോക്കാം. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം. മിക്സഡ് ജാറിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിൽ ബാക്കി ഇരിക്കുന്ന അരപ്പും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. ഇപ്പൊ കറി ഇവിടെ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്തു. ഉള്ളി നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കറിവേപ്പിൻ്റെ ഇലയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം മുളക് പൊടി ചേർക്കാൻ, ഇല്ലെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതെടുത്തിട്ട് നമ്മളെ കറിയിലേക്ക് ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പൊ നമ്മളെ മുരിങ്ങക്കായ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ആ വറുത്തിട്ട ഉള്ളിയുടെയും കറിവേപ്പിൻ്റെ ഇലയുടെയും മുളക് പൊടിയുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങട്ടെ. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നു നോക്കുമ്പോൾ നമ്മളുടെ മുരിങ്ങക്കായ ചെമ്മീൻ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ചെമ്മീനൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.